ഹലോ എവരിവൺ, ഷറാസ് ഫുഡിലെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. സ്പിനാച്ച് പോപ്സിക്കിൾ അഥവാ ചീര വെച്ചിട്ടുള്ള നല്ലൊരു പോപ്സിക്കിൾ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അധികം കുട്ടികൾക്കും ഇലക്കറികളും ചീര ആയാലും ഒക്കെ കഴിക്കാൻ നല്ല മടി കാണും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാകുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ബൗളിന് വലിയുള്ളി ചെറുതായി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായി വാടി വരുന്ന നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടി ഒരു ഇച്ചിരി ടേസ്റ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാന ഘടകം നമ്മുടെ ചീര ചെറിയൊരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ ചീരയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, അധികം കുക്കാവാൻ നിൽക്കരുത്. അതിലേക്ക് ചെറിയൊരു ബൗളിന് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ചീര മാത്രമാകുമ്പോൾ കുട്ടികൾ കഴിച്ചോളണമെന്നില്ല. അപ്പോൾ ചെറിയൊരു ടേസ്റ്റിന് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് 2 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കട്ട്ലേറ്റ് ആകുമ്പോൾ എന്തായാലും പൊട്ടാറ്റോ അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയൊരു കപ്പിന് മല്ലിയില, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സിലിക്കൺ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മോൾഡ് ഉണ്ടെങ്കിൽ ഷേപ്പായി കിട്ടാൻ നല്ല ഇതാണ്. നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ത് സാധനം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് കിട്ടും, എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഫസ്റ്റായിട്ട് നമുക്ക് പൈനാപ്പിളാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പൈനാപ്പിളിനുള്ളിൽ നമുക്ക് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അങ്ങ് വെച്ച് കൊടുക്കുക. അതല്ലാതെ അത് ഒറ്റക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് പിന്നെ കുട്ടികൾക്ക് പിടിക്കാനൊക്കെ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തനിയെ നമ്മൾ ഓയിലിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യൊന്നുമില്ലെങ്കിൽ തനിയെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാവും. അത് ഈ പൈനാപ്പിളിൻ്റെ പുറത്തുള്ള ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ കോട്ട് ചെയ്ത് ഡിപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പുറത്തുള്ള ആ ഒരു ഡിസൈനൊന്നും കിട്ടില്ല, ജസ്റ്റ് ഷേപ്പ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇനി മുട്ടയിലങ്ങ് ഡിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അതിന് പകരം നമ്മൾ ഐസ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും.
അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഏത് കഴിക്കാത്ത കുട്ടികളായാലും ഒന്ന് കഴിച്ചു പോവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ രുചിയുമായി വീണ്ടും കാണാം. താങ്ക്